കർണാടക മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയ്ക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് കേസെടുത്തു. രേവണ്ണയുടെ മകനും MP-യുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വിശദാംശങ്ങൾ എന്താണ്? അറിയിച്ചിട്ട് ഇത് വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയാണ്. ആ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിൽ നേരത്തെ തന്നെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അതിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഉൾപ്പെടെ നടന്നു വരികയാണ്. പ്രജ്വൽ രേവണ്ണ ലൈംഗികാതിക്രമം നടത്തുന്ന ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന്റെ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി വരികയും ചെയ്തിരുന്നു. പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ രാജ്യം വിട്ടു ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനിടെയാണ് പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് HD രേവണ്ണയ്ക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയിൽ ഈ മകനൊപ്പം പിതാവും ഈ യുവതി, അതായത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവരുടെ വീട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് ഇതിലിപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. വനിതാ കമ്മീഷന് പരാതി നൽകിയും അത് പിന്നീട് പോലീസിന് കൈമാറിയിട്ടുള്ളതെന്നാണ് ലഭ്യമാവുന്ന വിവരം. HD രേവണ്ണയും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന പരാതി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് HD രേവണ്ണയ്ക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള HD ദേവഗൌഡയുടെ മകനാണ് HD രേവണ്ണ. തന്നെ JDSന്റെ പ്രധാനപ്പെട്ട കർണാടകയിലെ നേതാവാണ്. നേരത്തെ ഇതിൽ JDS HD കുമാരസ്വാമിയും ഈ സംഭവത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും JDSനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ കേസിലൂടെ. ശരി, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുക.